ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാമറയിൽ ആ കുട്ടിയുടെ മൃതദേഹം ആ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയാണ്. 1500 അടി താഴ്ചയിലേക്കാണ് കുട്ടി വീണത് എന്നുള്ളതാണ്. 4 ദിവസം മുമ്പാണ് ശ്രീനന്ദയും കുടുംബവും ചിക്കമംഗളൂരിലെ ടൂറിസ്റ്റ് പ്രദേശത്ത് മാണിക്യധാര വ്യൂ പോയിന്റിൽ എത്തിയത്. ഇതാണ് മൃതദേഹം കിടക്കുന്ന ഇതിൽ കാണാം. സായി, ഏറ്റവും സങ്കടകരമായ കാഴ്ച തന്നെയാണ്. കുടുംബത്തോടൊപ്പം ഒരു വിനോദയാത്രയ്ക്ക് പോകുക എന്ന് പറയുമ്പോൾ അവധിക്കാലമാണ്. സന്തോഷമായിട്ട് കുടുംബമായിട്ട് ഒരുമിച്ച് പോയതാണ്. അവിടെയാണ് ഈ വലിയ ദുരന്തം സംഭവിച്ചിരുന്നത്. ഇനി ഒരിക്കലും ഈ രൂപത്തിൽ ഒരു യാത്ര പോകാൻ പോലും മടിക്കുന്ന രൂപത്തിൽ ആ കുടുംബത്തിന് വലിയ ആഘാതമായിരിക്കുന്നു ഈ സംഭവം എന്നുള്ളതാണ്. തീർച്ചയായും സ്മൃതി, വലിയ സങ്കടമുണ്ടാക്കുന്ന, ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. 15 വയസ്സ് മാത്രമാണ് ശ്രീനന്ദയുടെ പ്രായം. ശ്രീനന്ദയടക്കം ഏകദേശം 40 പേരാണ്. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനിയാണ് ശ്രീനന്ദയുടെ കുടുംബാംഗങ്ങളടക്കം 40 പേർ ഈ ഒരു അവധിക്കാലത്ത്, പരീക്ഷയൊക്കെ കഴിഞ്ഞുള്ള അവധിക്കാലത്ത് ആണ് ഈ ചിക്കമംഗളൂരിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയത്. ഈ സംഘാംഗങ്ങൾ അവിടെ തന്നെ തുടരുകയും ചെയ്തിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കി. അവർക്കൊപ്പം കൂടെ ഉണ്ടായിരുന്ന, അവർക്കൊപ്പം ചിരിച്ചു കളിച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്ന ശ്രീനന്ദ പെട്ടെന്ന് അപ്രത്യക്ഷമായത് ഉൾക്കൊള്ളാൻ ഇതുവരെയായും അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. രാവിലെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സങ്കടം, അവർക്ക് ഒരു വാക്കുപോലും പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാത്തത്രയും സങ്കടം നമ്മൾ നേരിട്ട് തന്നെ കേട്ടതുമാണ്. പിന്നീട് ശ്രീനന്ദയുടെ അച്ഛൻ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി എങ്ങനെയെങ്കിലും ശ്രീനന്ദയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അഭ്യർത്ഥിക്കുന്നു. ഇവർ പോയ വഴികളിലൂടെയൊക്കെ തന്നെ നമ്മുടെ പ്രതി ദീപക് മോഹനുമായി ശ്രീനന്ദയുടെ അച്ഛൻ സഞ്ചരിക്കുന്നുണ്ട്. അന്ന് പോലീസ് നായ ആ സംഭവ സമയത്ത് ഇവർ പരാതി പറഞ്ഞതിന് ശേഷം എത്തിയതിനു ശേഷം നടത്തിയ അന്വേഷണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അവർക്കൊരു സംശയമുണ്ടായിരുന്നത്, ഇങ്ങനെ താഴേക്ക് പതിക്കുന്നുണ്ടെങ്കിൽ നിലവിളിക്കുന്ന ശബ്ദമോ എന്തെങ്കിലും ഒരു ശബ്ദമോ ഒക്കെ കൂടെയുള്ള ആളുകൾ കേൾക്കേണ്ടതായിരുന്നു. തൊട്ട് മുമ്പ് വരെ ശ്രീനന്ദ അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ വളരെ പെട്ടെന്നാണ് അപ്രത്യക്ഷയായത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും അവിടെ പരിസരത്ത് ആൾക്കാരുണ്ടായിരുന്നു, അവിടെ ചില ഭിക്ഷക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആരും തന്നെ ശ്രീനന്ദയെ കണ്ടതായി ഓർക്കുന്നില്ല എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. അവിടെ തൊട്ടടുത്ത് ചില കടകളൊക്കെ ഉണ്ടായിരുന്നു, കാട് പിടിച്ച ഇടങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ തിരച്ചിൽ നടത്തി. പോലീസ് നായ ആ വഴിക്കൊക്കെ പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ശ്രീനന്ദയുടെ അച്ഛന് ഇത് മറ്റെന്തെങ്കിലും സംഭവിച്ചിരിക്കാം, താഴെ വീണിട്ടുണ്ടെങ്കിൽ കണ്ടെത്തേണ്ട സമയം കഴിഞ്ഞു, അത്ര ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏകദേശം 1500ഓളം അടി താഴ്ചയിൽ നിന്ന് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് കുടുംബസമേതം വിനോദസഞ്ചാരത്തിനായി ചിക്കമംഗളൂരുവിൽ എത്തിയത്. ബാബ ബുധാൻഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്നാണ്. അവിടെ വെള്ളച്ചാട്ടവും വ്യൂ പോയിന്റും ഒക്കെ ആസ്വദിച്ച് കണ്ട് തിരിച്ചു മടങ്ങും വരെയാണ്. തിരിച്ചു മടങ്ങുന്ന സമയത്തും ശ്രീനന്ദ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. പക്ഷെ പിന്നീട് ഇവർ വാഹനത്തിൽ കയറി നോക്കുമ്പോഴാണ്, ഈ 40 അംഗ സംഘമാണ്, ആരുടെയെങ്കിലും കൂടെ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ എല്ലാവരും വാഹനത്തിൽ കയറിയെങ്കിലും ശ്രീനന്ദ എത്താതായതോടുകൂടിയാണ് കുട്ടി മിസ്സിംഗ് ആണ് എന്നവർ സ്ഥിരീകരിക്കുന്നത്. ആ സമയത്ത് തന്നെ ശ്രീനന്ദ ഒറ്റയ്ക്കും പിന്നീട് കുടുംബാംഗങ്ങൾക്കൊക്കെ എടുത്ത ഫോട്ടോ അദ്ദേഹം നമ്മളെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് തിരിച്ചിറങ്ങുന്നതിനിടയിലാണ് അവർക്ക് ഒരാളെ, അത് ശ്രീനന്ദയെ കാണാനില്ല എന്നുള്ളൊരു വിവരം അറിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പോലീസിലേക്ക് അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അവർക്കൊക്കെ പരാതി നൽകുന്നുണ്ട്. പിന്നീട് പോലീസും വനം വകുപ്പും അഗ്നിരക്ഷാ സേനയൊക്കെ ഉൾപ്പെടുന്ന 100 അംഗ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ അവിടെ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ചെങ്കുത്തായ ഇറക്കങ്ങളും കൊക്കുകളുമൊക്കെ അവിടങ്ങളിലൊക്കെ പരിശോധന നടത്താൻ തെർമൽ ഡ്രോണുകളടക്കം ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അല്പം മുമ്പാണ് ആ സങ്കടകരമായി ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുന്നത്. 4-ാം ദിവസം ശ്രീനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണത്. ചെറിയ താഴ്ചയിൽ ഏകദേശം 1500ഓളം അടി താഴ്ച എന്ന് പറയുമ്പോൾ വലിയൊരു കൊക്ക തന്നെയാണ്. അവിടേക്ക് ശ്രീനന്ദ പതിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നേരത്തെയൊക്കെ അവിടെ പരിശോധന നടത്തിയിരുന്നുവെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഇപ്പോഴും കുടുംബാംഗങ്ങൾ പറയുന്നത്. അവർക്ക് ഇപ്പോഴും പലവിധത്തിലുള്ള സംശയങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ആ മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ അവിടെ നടക്കുകയാണ്. സ്മൃതി, ശരി. ചിക്കമംഗളൂരിലെ വ്യൂ പോയിന്റിൽ നിന്നാണ് ശ്രീനന്ദ താഴേക്ക് പതിച്ചത്. 1500 അടി താഴ്ചയിലേക്കാണ് കുട്ടി പതിച്ചത്. കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് ഈ അപകടമുണ്ടായത്. ദീപക് മോഹൻ
ദീപക്, കേൾക്കാമെങ്കിൽ കുട്ടിയുടെ മൃതദേഹം ആ കൊക്കയിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചോ? സുധീരത്തിൽ ഈ മായ്ക്കധാര മൃതദേഹം ശരി, 1500 അടി താഴ്ചയിലേക്കാണ് ആ കുട്ടി പതിച്ചത്. 4 ദിവസം മുമ്പാണ് ഈ അപകടം സംഭവിച്ചത്. അപകടം നടന്ന് 10 മിനിറ്റിനകം തന്നെ കുടുംബം പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. വേണ്ട രീതിയിൽ വേഗത്തിലുള്ള തിരച്ചിലൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് ഇവിടെ KC വേണുഗോപാലുമായി കുടുംബം ബന്ധപ്പെടുന്നത്, മാധ്യമങ്ങളും ബന്ധപ്പെടുന്നത്. വളരെ വേഗം തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരോട് ഇടപെടാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ 20 അംഗ സംഘം പരിശോധനയ്ക്കായി തിരിച്ചത്. 1500 അടി താഴെ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടറടക്കം അവിടേക്ക് എത്തിയിരുന്നു. ഇനി മൃതദേഹം മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കുട്ടിയെ പെട്ടെന്ന് കാണാതായപ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാമെന്നാണ് കുടുംബം സംശയിച്ചിരുന്നത്. അന്നേരയ്ക്കാണ് അവർ പറഞ്ഞിരുന്നത്. കാരണം ആ സമയത്ത് പോലീസ് നായയുമായി തിരച്ചിലെത്തിയെങ്കിലും പോലീസായ വേറൊരു ഭാഗത്തേക്ക് ഓടിപ്പോകുമ്പോൾ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയോ എന്നാണ് ആ കുടുംബം ഭയന്നിരുന്നത്. പക്ഷേ അതല്ല സംഭവിച്ചത് എന്നുള്ളതാണ്. അപായ സൂചനാ ബോർഡുകളൊക്കെ കടന്ന് കുട്ടി ചിത്രമെടുക്കാൻ നീങ്ങിയതാണോ എന്നാണ് സംശയിക്കുന്നത്. സായികുമാർ വിവരങ്ങളുമായി. സായി, കഴിഞ്ഞ 4 ദിവസം മുമ്പുണ്ടായ അപകടമാണ്. അപ്പോൾ തന്നെ തിരച്ചിൽ നടത്തിയില്ലെങ്കിൽ രക്ഷിക്കാം ആയിരുന്നു എന്നുള്ള ആശ്വാസവും ഉണ്ടാകില്ല. കാരണം ഇത്രയും താഴേക്ക് കൊക്കയിലേക്കാണ് കുട്ടി വീണത്. 1500 അടി താഴ്ചയിൽ നിന്ന് ഉറക്കെ കരഞ്ഞാൽ കേൾക്കാനും സാധിക്കില്ല. പെട്ടെന്ന് കാല് തെറ്റി വീണതായിരിക്കാമോ? എങ്ങനെയാണ് ആ പ്രദേശത്തിന്റെ ഒരു ഘടന? സ്മൃതി, നേരത്തെ നമ്മൾ കാണിച്ചതാണ്. ആ പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അങ്ങേറ്റം അപകടം നിറഞ്ഞ ചെങ്കുത്തായ ഒരു പ്രദേശം തന്നെയാണിത്. അവിടെ ഏകദേശം 1500ഓളം അടി താഴ്ചയിൽ നിന്നാണ് ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്നത്. അവിടെയൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് നേരത്തെയും കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും ആരെങ്കിലും അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയതായോ ഉള്ള സംശയം ഈ കുടുംബാംഗങ്ങൾ തന്നെ പങ്കുവെക്കുകയും ചെയ്തത്. ഇന്ന് കുറെ കൂടി അധിക സംഘം, ഏകദേശം 100ഓളം വരുന്ന പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും ഒക്കെ രക്ഷാദൗത്യ സംഘം എത്തി കുറെ കൂടി ഊർജിതമായി പരിശോധന നടത്തുകയാണ് രാവിലെ മുതൽ ഉണ്ടായത്. ബാബാ ബുദൻഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്നാണ് ശ്രീനന്ദയെ കാണാതായത്. അവിടെ വെച്ച് ആ വെള്ളച്ചാട്ടം കാണുകയും അവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മടങ്ങി വരും. ഇവർ തിരിച്ചിറങ്ങും വഴിയാണ് ശ്രീനന്ദ കൂടെയില്ല എന്നുള്ള കാര്യം ഈ രക്ഷിതാക്കളൊക്കെ അടങ്ങുന്ന 40 അംഗ സംഘം മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ അവർ തിരച്ചിൽ നടത്തി അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു. അവരൊക്കെ അവിടെ അന്ന് തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അതും കാര്യമാത്രമായി തിരച്ചിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പരാതി അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് KC വേണുഗോപാൽ അടക്കമുള്ള സംഘം ഒരു സമ്മർദ്ദം ചെലുത്തുന്നു. കേരളത്തിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അങ്ങോട്ടേക്ക് എത്തി എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പരിശോധനയ്ക്കായി. അങ്ങനെ അന്വേഷണം എല്ലാ തരത്തിലും ഊർജിതമാക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഏകദേശം 1500ഓളം അടി താഴ്ചയിൽ നിന്ന് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങേറ്റം സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. 15 വയസ്സ് മാത്രമാണ് ശ്രീനന്ദയുടെ പ്രായം. പരീക്ഷയ്ക്ക് ശേഷം കുടുംബാംഗങ്ങളോടൊപ്പം വിനോദസഞ്ചാരത്തിനായി എത്തിയതാണ്. ആ പ്രദേശം എന്നുള്ളത് നിരവധി വിനോദസഞ്ചാരികൾ ദിനേന എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇത്തരം കൊക്കയിലേക്ക് വീഴാതിരിക്കാൻ ഇരുമ്പ് വേലിയൊക്കെ ഉണ്ട്. പക്ഷേ അതും മറികടന്ന് അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ കാണാൻ ശ്രീനന്ദ പോയതാണോ അപകടം ഉണ്ടാക്കിയത് എന്നതൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഈ പറയുന്ന വേലി കടന്നൊക്കെ പോലീസ് നായ അന്ന് പോയതായി കുടുംബാംഗങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ പരിശോധന നടത്തുകയും ചെയ്തതാണ്. ഈ പറയുന്ന ഇപ്പോൾ മൃതദേഹം കിട്ടിയ ഇടങ്ങളിൽ പോലും പരിശോധന നടത്തിയിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഡ്രോൺ വഴി നടത്തിയ പരിശോധനയിലാണ് താഴ്ചയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 5:30യോടെയാണ് പാലക്കാട് കടമ്പഴിപ്പുറത്ത് നിന്ന് 40 അംഗ സംഘത്തിനൊപ്പം ശ്രീനന്ദ എത്തിയത്. ശ്രീനന്ദയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സംഘം ഇപ്പോഴും അന്ന് മുതൽ അവിടെ തുടരുകയാണ്. പല വിധത്തിൽ അവർ നേരിട്ട് അന്വേഷിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ്, എല്ലാ വിധത്തിലും ആ പ്രദേശത്ത് അവർ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തി. പക്ഷെ ആരും ശ്രീനന്ദയെ ആ സമയത്ത് അവിടെ കണ്ടതായോ ഒന്നും അവിടെയുള്ള ആളുകൾ ഓർക്കുന്നില്ല. അവിടെ തൊട്ടടുത്ത് കടകളുണ്ടായിരുന്നു, അവിടെ ഭിക്ഷാടനത്തിനായിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരോടൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടോ എന്നുള്ളത്. പക്ഷേ അവരാരും അങ്ങനെ ഒരാളെ കണ്ടതായി ഓർക്കുന്നുമില്ല. താഴേക്ക് വീഴുണ്ടെങ്കിൽ നിലവിളിക്കുന്നതിൻ്റെ ശബ്ദമോ ഒന്നും തന്നെ കേട്ടതായും അവിടെയുള്ള ആളുകൾ പറയുന്നില്ല. അതുകൊണ്ടാണ് പലവിധത്തിലുള്ള സംശയങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായത്. ആ രീതിയിലുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ്
ഈ സങ്കടകരമായ വാർത്ത ഇപ്പോൾ വരുന്നത്. ഏകദേശം 1500ഓളം അടി താഴ്ചയിൽ നിന്ന് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ അവിടെ നടക്കുന്നു എന്നാണ് സ്മൃതി നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീനന്ദയുടെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഈ സമയത്ത് വരുന്നത്.